ഗിരീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് സന്തോഷമാണ്. ഒരു 13 വയസ്സുകാരി ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത്, ട്രെയിനിലൂടെ യാത്ര ചെയ്ത്, ട്രെയിനുകൾ മാറിക്കയറി അങ്ങനെ ഒരു യാത്ര തുടരുന്നത് എന്തായാലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്, സന്തോഷകരമായ കാര്യമാണ്. അതിനിടയിലും ഈ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്തൊരു സ്ത്രീകളുടെ ഒരു സംഘം ആ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ അത് അവരുടെ കുട്ടിയാണെന്നാണ് പറയുന്നത്. വലിയൊരു അപകടത്തിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നല്ലോ വി എ ഗിരീഷ്. അവിടെ നിന്നാണല്ലോ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് നമ്മൾ. രജിത്ത്, തീർച്ചയായിട്ടും വലിയൊരു അപകടത്തിനുള്ള സാധ്യത തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ കുട്ടിയുടെ യാത്ര തുടങ്ങിയത് മുതൽ തന്നെ ഈ ഒരു അപകട സാധ്യതയും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ഇതര സംസ്ഥാനക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ തൊഴിലാളികളുടെ കുട്ടികളൊക്കെ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് ഒരു വർഷമാകുന്നതേ ഉള്ളൂ ഇതുപോലെ നമ്മുടെ വേളി ഭാഗത്തു നിന്ന് ഒരു കുട്ടിയെ കാണാതെ പോകുന്നു. അത് എടുത്തുകൊണ്ട് പോകുന്നതാണ് എന്ന് പിന്നീട് മനസ്സിലാകുന്നു. കുട്ടിയെ ഒരു ദിവസം മൊത്തവും നീണ്ട തിരച്ചിലിന് ശേഷം രാത്രി വേറൊരിടത്തു നിന്ന് കണ്ടുകിട്ടുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ പോലീസ് പറഞ്ഞത് അവരുടെ നിർണായകമായ മണിക്കൂറുകൾ അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം രാവിലെ കുട്ടി വീട്ടിൽ നിന്ന് അമ്മ ശകാരിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മ തൊട്ടടുത്തുള്ള സ്കൂളിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ താൽക്കാലിക ജോലിയാണ് ആ അമ്മയ്ക്കുള്ളത്. സ്വാഭാവികമായും വീട്ടിൽ ഇളയ കുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ച് അമ്മ 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ചേച്ചി എവിടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി വീട് വിട്ടിറങ്ങി എന്ന് ഈ കുട്ടികൾ പറയുന്നത്. തുടർന്നാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ വീട്ടിന് സമീപവും ആ പരിസരങ്ങളിലുമൊക്കെ ഉള്ള ഒരു പരിശോധന നടക്കുന്നത്. കുട്ടിക്ക് ഈ 13-കാരിയായ കുട്ടിക്ക് മറ്റ് സ്ഥലങ്ങളൊന്നും തന്നെ അറിയാത്തതിനാൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് മാതാപിതാക്കളും അതോടൊപ്പം തന്നെ സമീപവാസികളും കരുതിയത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിശോധനകളാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. പിന്നീട് വൈകിയോളമാണ് ഈ പോലീസിൽ പരാതിപ്പെടുന്നത്. അപ്പോഴേക്കും ഈ കുട്ടി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാസ്തവം. കാരണം 3:30-ക്കാണ് ഈ ട്രെയിൻ ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരിയിൽ എത്തുന്നത്. ഈ ഒരു സമയം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ഏത് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഈ ആദ്യ മണിക്കൂറുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇതിനുശേഷം നടത്തുന്ന ഏത് അന്വേഷണവും വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. കുട്ടിയെ കണ്ടെത്താൻ ഉള്ള അന്വേഷണം. കാരണം അപ്പോഴേക്കും ഈ കുട്ടി പോകുന്ന ദൂരം, ഏത് മാർഗം, ട്രെയിൻ മാർഗമാണോ ബസ് മാർഗമാണോ ഈ കുട്ടി കയറിയിട്ടുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള അനിശ്ചിതത്വവും അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള താമസവുമൊക്കെ പോലീസിന് നേരിട്ടു. ഈ വെല്ലുവിളികൾ കേരള പോലീസ് മറികടന്നത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ്. ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നുള്ളത് കണ്ടെത്തുക തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ കണ്ടെത്തിയപ്പോഴും കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് എന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതൊക്കെ ട്രെയിനുകൾ എന്ന് തുടർന്ന് പോലീസ് അന്വേഷിക്കുന്നു. ഇതിനിടയിലാണ് 24-ൽ ഈ വാർത്ത കണ്ട ഭവിത ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒരു ദൃശ്യവും അതോടൊപ്പം തന്നെ വിവരവും കേരള പോലീസിന് കൈമാറുന്നത്. ഇത് ഐലൻഡ് എക്സ്പ്രസിൽ, കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസിൽ കുട്ടി ഇരിക്കുന്ന ചിത്രമായിരുന്നു. മാത്രമല്ല കുട്ടി കരയുന്നുണ്ടായിരുന്നു. ഇതിൽ സംശയം തോന്നിയാണ് ഭവിത ഈ ചിത്രം എടുത്തത് എന്ന് പോലീസിന് മൊഴി നൽകുന്നു. തുടർന്ന് ഭവിതയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരിയോടും ഈ വിവരം അന്വേഷിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇതിനുശേഷമാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. ഈ സമയത്തൊക്കെ പോലീസിനും അന്വേഷണ ഏജൻസിയായ പോലീസിനും അതോടൊപ്പം മലയാളികൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്ക 13-കാരിയായ ഒരു കുട്ടിയാണ്, വഴിയറിയില്ല, ഭാഷയറിയില്ല. സ്വാഭാവികമായും ഏതെങ്കിലുമൊക്കെ സംഘത്തിന്റെ കയ്യിൽ അകപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഇത്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ കന്യാകുമാരി എന്നൊക്കെ പറയുന്നിടത്ത് ഇത്തരത്തിലുള്ള ഈ സംഘങ്ങളൊക്കെ ഉണ്ട് എന്ന കേട്ടറിവ്, അതോടൊപ്പം തന്നെ മറ്റ് വഴിയിലേക്ക് മാറിപ്പോയാൽ അവിടെയൊക്കെ ആരുണ്ടാകും രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ കുട്ടിയെ എങ്ങനെ സംശയം തോന്നി രക്ഷിക്കാൻ എന്നൊക്കെയുള്ള ആശങ്കയുമൊക്കെ ഈ പോലീസിനും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കുമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മലയാളികളെ അലട്ടിയിരുന്നതും ഈ കുട്ടി ഏതെങ്കിലും
ആപത്തിൽപ്പെടുമോ എന്ന ആശങ്ക തന്നെയായിരുന്നു. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ചുറ്റും കുട്ടി ഓരോ കാല് വെക്കുമ്പോഴും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത്തരത്തിലൊരു സംഘമാണ് ട്രെയിനിൽ കുട്ടി തങ്ങളുടേതാണ് എന്ന ഈ മലയാളി സമാജം പ്രവർത്തകരോട് പറയുന്നത്. കാരണം ഇവർ ഇരിക്കുന്ന സീറ്റിന് മുകളിലുള്ള ബെർത്തിലാണ് കുട്ടി ക്ഷീണിച്ച് അവശയായി കിടന്നത്. കാരണം ഈ കുട്ടി വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. അത് ഓരോ സ്റ്റേഷനിൽ, പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ നിർത്തുമ്പോഴും അവിടെ ഇറങ്ങി പൈപ്പിൽ നിന്ന് കുപ്പിയിൽ ജലം ശേഖരിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചതും. അതുകൊണ്ട് തന്നെ പിന്നീട് കന്യാകുമാരിയിൽ നിന്ന് ആ ഐലൻഡ് എക്സ്പ്രസ് തന്നെ ചെന്നൈയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കുട്ടി നിർജ്ജലീകരണം സംഭവിച്ച ഈ ബെർത്തിൽ ഉറങ്ങുന്ന ഒരു സമയത്താണ് ഈ മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തുന്നതും നമ്മൾ നൽകിയ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഇതിനിടയിൽ മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ ഫോട്ടോയുമൊക്കെ വെച്ചുകൊണ്ട് കുട്ടി അത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതും. ഈ സംഘത്തോട് ചോദിച്ചപ്പോൾ അത് തങ്ങളുടെ കുട്ടിയാണ്, തങ്ങളുടെ കൂടെ വന്ന കുട്ടിയാണ്, തങ്ങളുടെ ബന്ധുക്കളാണ് എന്ന ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഈ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ പറയുന്നത്. സ്വാഭാവികമായും ഇത് വലിയൊരു ആശങ്ക പിന്നീട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുട്ടി ഒറ്റപ്പെട്ടതാണ്, കുട്ടിയുടെ കൂടെ മറ്റാരുമില്ല, കുട്ടിയെ തങ്ങൾക്കൊപ്പം കൊണ്ടുപോകാം എന്നൊക്കെ ചിന്തിച്ച് ആരെങ്കിലും പറഞ്ഞ ഒരു മറുപടിയാണോ ഇത് എന്ന ഒരു ആശങ്ക ഏതായാലും പോലീസിനുണ്ട്. തുടർന്ന് പക്ഷേ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ മലയാളി സമാജം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുട്ടിയുടെ ടിക്കറ്റ് ഉൾപ്പെടെയുള്ളവ കാണിക്കാൻ പറഞ്ഞപ്പോൾ അതും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് കുട്ടിയെ ഈ മലയാളി സമാജം പ്രവർത്തകർ ഏറ്റെടുത്ത RPF-ന് വിവരമറിയിക്കുന്നതും RPF വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നതെല്ലാം. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടി വീട് വിട്ട് ഇറങ്ങിയത് മുതൽ ഈ ഏത് വഴിക്കാണോ പോയത് ആ വഴി മുതലെല്ലാം തന്നെ ഈ കൂടെ ഈ അപകടത്തിന്റെ സൂചനകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശങ്കകളുമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഏതായാലും കുട്ടിയെ കണ്ടെത്തി എന്ന് അറിഞ്ഞ ആ സമയം ആശ്വാസത്തിൻ്റെതായ ഒരു വാർത്ത തന്നെയാണ് മലയാളികൾക്ക്, അതോടൊപ്പം ആ മാതാപിതാക്കൾക്ക്. ഇതിനുവേണ്ടി 37 മണിക്കൂർ അല്ലെങ്കിൽ 36 മണിക്കൂർ പരിശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായത് അറിയിത്ത. ശരി, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കയ്ക്കൊക്കെ വിരാമമായിരിക്കുന്നു. ആ കുട്ടിയെ കണ്ടെത്തിയതോടുകൂടി ഇനി കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടി മാത്രമാണ് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളത്. വലിയൊരാശ്വാസത്തിൻ്റെ മണിക്കൂറുകളാണ്, വലിയൊരു ആശങ്കയുടെ മണിക്കൂറുകൾക്കൊടുവിൽ ഒരു ആശ്വാസം പിന്നീട് രൂപപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടി വീട്ടിൽ നിന്ന് വഴക്കിട്ട് അമ്മയോട് പിണങ്ങി സഹോദരങ്ങളുമായുള്ള തർക്കം അതിൽ അമ്മ ശകാരിച്ചതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങുന്ന നിലയിലേക്ക് ആ പെൺകുട്ടി പോവുകയായിരുന്നു. 13 വയസ്സുകാരി പോവുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആ കുട്ടിയുടെ യാത്രയുടെ ചില CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു. പിന്നീട് കുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം വരുന്നു. ട്രെയിനിൽ കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നു. അതിനുശേഷമാണ് നേരത്തെ വി എ ഗിരീഷും മനേഷ് മൂർത്തിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ കുട്ടിയുടെ ചിത്രം പുറത്തു വരുന്നത്. അത് സഹയാത്രക്കാരി പകർത്തിയ, ബബിത എന്ന് പറയുന്ന സഹയാത്രക്കാരി പകർത്തിയ ചിത്രമായിരുന്നു അത്. അതാണ് ഏത് ഭാഗത്തേക്ക് കുട്ടി പോയി എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരുത്തിയത്. അതാണ് കുട്ടി ട്രെയിനിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഒരു അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ഒരു ചിത്രം പകർത്തി, സഹയാത്രക്കാരിയായ ബബിത ഒരു ചിത്രം പകർത്തി ഫോണിൽ സൂക്ഷിച്ചു. പിന്നീട് നെയ്യാറ്റിൻകരയിൽ ബബിത ഇറങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ മാധ്യമങ്ങളിൽ ഈ വാർത്ത, 24-ലൂടെയാണ് ബബിതയുടെ ശ്രദ്ധയിലേക്ക് ആ വാർത്ത വരുന്നത്. അങ്ങനെ ഈ കുട്ടിയെ കാണാനില്ല, അതിനായി അന്വേഷണം നടക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ആ ഘട്ടത്തിൽ താൻ ചിത്രം പകർത്തിയ ഈ കുട്ടിയെക്കുറിച്ചാണ് ഈ വാർത്ത എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ബബിത അന്വേഷണ സംഘത്തിന് ആ ചിത്രങ്ങൾ കൈമാറുകയായിരുന്നു. പിന്നീട് പോലീസ് സാധ്യമായ സംവിധാനങ്ങളെയൊക്കെ അതിന് ഉപയോഗപ്പെടുത്തുന്നു. തമിഴ്നാട് പോലീസിൻ്റെ സഹായം തേടുന്നു. കേരള പോലീസിൻ്റെ സംഘം, 5-അംഗ സംഘം പിന്നീട് കന്യാകുമാരിയിലേക്ക് തിരിക്കുന്നു. കന്യാകുമാരിയിലെത്തി വ്യാപകമായ പരിശോധനകൾ നടക്കുന്നു. ആ ട്രെയിൻ അവസാനിക്കുന്ന കന്യാകുമാരിയിലായിരിക്കും കുട്ടി ഉണ്ടാവുക എന്നുള്ള നിഗമനത്തെ തുടർന്നായിരുന്നു അത്തരത്തിലൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടക്കുന്നു. അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം നടത്തുന്നു. നിർത്തിയിട്ട ട്രെയിനുകളിൽ കയറി കേരള പോലീസ് സംഘം പരിശോധന നടത്തുന്നു. അതിനിടയിൽ ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി വരുന്നു. ആ കുട്ടിയെ കണ്ടു എന്നുള്ളൊരു വിവരം അയാൾ പങ്കുവെക്കുന്നു. അതിനുശേഷം അയാളുമായി തിരച്ചിൽ നടത്തുന്നു. പിന്നീട് ബീച്ചിൽ, ബസ് സ്റ്റാൻഡിൽ, ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത്, അങ്ങനെ സാധ്യമായ ഇടത്തെല്ലാം
സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. പിന്നീടാണ് അവിടെ നിന്നുള്ള CCTVകളിൽ നിന്നൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു അനിശ്ചിതത്വം രൂപപ്പെടുന്നത്. പിന്നീട് മറ്റ് ഇടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ആലോചന, അതുമായി രൂപപ്പെട്ടിരുന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കങ്ങൾ, അതിൻ്റെ ഒരു ഘട്ടത്തിൽ ആ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കുട്ടി സഹോദരൻ്റെ അടുത്തേക്കാണോ പോകുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നു. കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു സഹോദരൻ, ഈ കുട്ടിയുടെ മൂത്ത സഹോദരൻ, അതായത് തൻ്റെ മൂത്ത മകൻ ചെന്നൈയിലുണ്ട് എന്നുള്ള വിവരം പങ്കുവെക്കുന്നു. പിന്നീട് ആ ഏരിയയിലേക്ക് അന്വേഷണത്തിൻ്റെ ഫോക്കസ് നീളുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് ബംഗളൂരുവിലാണ് ഈ കുട്ടിയുടെ സഹോദരനുള്ളത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. സഹോദരനുമായി ബന്ധപ്പെടാനുള്ള ശ്രമം പിന്നീട് നമ്മൾ നടത്തുന്നു. പിന്നീട് സഹോദരൻ്റെ പ്രതികരണം പുറത്തു വരുന്നു. സഹോദരൻ പറയുന്നത് തൻ്റെ സഹോദരിയെക്കുറിച്ച് യാതൊരു വിവരവും തനിക്കില്ല. 7 ദിവസം മുമ്പാണ് താൻ സംസാരിച്ചത്. ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുട്ടി വീട് വിട്ടിറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും തനിക്കില്ല എന്ന് സഹോദരൻ പ്രതികരിക്കുന്നു. അതോടുകൂടി വീണ്ടും അന്വേഷണ സംഘം ആശയക്കുഴപ്പത്തിലാകുന്നു. എങ്ങോട്ടാണ് കുട്ടി പോയത് എന്നത് വ്യക്തതയില്ലാത്ത നില രൂപപ്പെടുന്നു. പിന്നീട് കുട്ടി ചെന്നൈയിലേക്ക് എത്തുകയും പിന്നീട് വിശാഖപട്ടണത്തേക്ക് എത്തുകയും 37 മണിക്കൂർ നീണ്ട, നമ്മൾ ആലോചിക്കണം, ഒരു 13 വയസ്സുകാരി വെറും 40 രൂപയും ഒരു ബാഗുമായി ഇത്രയും മണിക്കൂർ യാത്ര ചെയ്യുക, അതിൽ തന്നെ ആ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ, അതൊക്കെയാണ് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തിയത്. ഭാഷയറിയാതെ, ഭക്ഷണം കഴിക്കാതെ, വെറും വെള്ളം മാത്രം കുടിച്ച് ഇത്രയും മണിക്കൂറുകൾ ഒരു കുട്ടി യാത്ര ചെയ്യുന്ന നില, അത് നമുക്കുണ്ടാക്കിയ ആശങ്ക വളരെ വലുതായിരുന്നു. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ആ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ നടത്തിയ തിരച്ചിൽ, അത് വിശാഖപട്ടണത്ത് നിന്ന് അതിനൊരു ഏറ്റവും ഒടുവിലൊരു സന്തോഷ വാർത്ത പുറത്തു വരുന്നു. ഈ ഘട്ടത്തിൽ 24-നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. കാരണം കേരള സമാജം പ്രവർത്തകർക്ക് അലക്സ്ര മുഹമ്മദ്, ഞങ്ങളുടെ പ്രതിനിധി അലക്സ്ര മുഹമ്മദ് വിവരങ്ങൾ കൈമാറുന്നതും ആ ട്രെയിനിൽ പരിശോധന നടത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നതും, പിന്നീട് മലയാളി സമാജം പ്രവർത്തകർ ആ ട്രെയിനിൽ പരിശോധന നടത്തുന്നതും കുട്ടിയെ കണ്ടെത്തുന്നതുമൊക്കെ വലിയ ആശങ്കകൾക്കൊടുവിൽ രൂപപ്പെട്ട ഒരു ആശ്വാസമായി, വലിയ സന്തോഷമായി പിന്നീട് അത് മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടിയാണ് നമുക്ക് മുമ്പിലുള്ളത്. ആശങ്കയുടെ മുഴുവൻ വിവരങ്ങളും മാറിയിരിക്കുന്നു. ഇനി ആ കുട്ടിയെ എത്തിക്കുക എന്നുള്ള നടപടി മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിനായി വേണ്ട ക്രമീകരണങ്ങൾ, അതിനായി വേണ്ട ഒരുക്കങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്വാഭാവികമായും ഒരു കുട്ടിയെ തിരികെ എത്തിക്കുമ്പോൾ വേണ്ട ചില ലീഗൽ പ്രോസസ്സ് ഉണ്ട്, അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇന്ന് കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പോകുന്നു, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നു. നേരത്തെ തന്നെ കുട്ടി പറഞ്ഞിട്ടുണ്ട്, അമ്മയുമായി പിണങ്ങിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ള കാര്യം കുട്ടി പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറെ നേരം ഭക്ഷണമൊന്നും കഴിക്കാതെ യാത്ര ചെയ്തതിൻ്റെ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ശാരീരിക അവശതകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കുട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടി വൈകാനും സാധ്യതയില്ല. മജിസ്ട്രേറ്റിന് മുന്നിലെത്തി മൊഴി രേഖപ്പെടുത്തും. ഇനി കൗൺസിലിംഗ് അടക്കം നൽകുക എന്നുള്ളത്, അതൊക്കെ അതിൻ്റെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. അതൊക്കെ പൂർത്തിയാവുകയും ചെയ്യും. ഇന്ന് വൈകിട്ടോടുകൂടി കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. വലിയ സന്തോഷം ഈ കുട്ടിയുടെ രക്ഷിതാക്കളും പങ്കുവെക്കുന്നുണ്ട്. അസം സ്വദേശികളാണ് അവരും ആശങ്കയുടെ മണിക്കൂറുകളിലൂടെയായിരുന്നു. ഇങ്ങനെ കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയത് മുതൽ അവർക്കും വലിയ രീതിയിലുള്ള ആശങ്ക, ഭയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ 37 മണിക്കൂറുകൾക്ക് ശേഷം ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത, അത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. മനേഷ് മൂർത്തി കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനേഷ്, ഇനിയിപ്പോൾ നമുക്ക് ആ കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കണം. കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ ചെന്ന് അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. ഒരു വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘവുമുണ്ട്. ട്രെയിൻ മാർഗമാണ് കുട്ടിയെ എത്തിക്കുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. അത് എപ്പോഴേക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയൊരു സംശയം ഇപ്പോഴുണ്ട്. ആ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് മനേഷ് മൂർത്തി? റിജിത്ത്, കുട്ടിയെ ഇനി കേരളത്തിലേക്ക് എത്തും. കാരണം ഇന്നലെ കുട്ടിയെ കിട്ടുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വളരെ ക്ഷീണിതയായിരുന്നു. കാരണം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഏകദേശം 36 മണിക്കൂറുകളോളം ആ കുട്ടി കഴിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണം കയ്യിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങി അല്ലെങ്കിൽ ഓരോ ജംഗ്ഷനിലുമൊക്കെ ഇറങ്ങി കുട്ടി ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രശ്നമുണ്ട്. ആ കുട്ടിക്ക് ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനെന്തായാലും ആദ്യം ചികിത്സ തേടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. മാത്രമല്ല, ഈ പറഞ്ഞ രീതിയിലുള്ള ചില
കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ എന്തായാലും ആ കുട്ടിക്ക് നടത്തേണ്ടതുണ്ട്. അതും വളരെ പ്രധാനമാണ്. കാരണം 13 വയസ്സുള്ള കുട്ടിയാണ്. ഒരു അമ്മയോട് അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ രീതിയിൽ വഴക്കിട്ടുകൊണ്ട് വളരെ വേഗത്തിൽ അവിടുന്ന് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. മാത്രമല്ല കൃത്യമായ ഒരു 36 മണിക്കൂറുകളോളം ആ കുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇനി നടക്കേണ്ടത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി വളരെ വേഗത്തിൽ തന്നെ കുട്ടിയെ കേരളത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും, തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കുറച്ച് നിയമ നടപടികൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. കുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലാണ് നിലവിലുള്ളത്. അത് RPF-കാർ അവർക്ക് കൈമാറുകയായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ മറ്റ് ചില നിയമ നടപടികൾ കൂടിയുണ്ട്. രക്ഷിതാക്കൾ അവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിയമ നടപടികൾ കൂടി ഇതിനെന്തായാലും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ ഉണ്ടാവുക. ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ, അതായത് ഈ ഒരു വലിയ ആശങ്കയ്ക്കൊക്കെ പരിഹാരമായിരിക്കുന്നു അല്ലെങ്കിൽ വിരാമമായിരിക്കുന്നു. ഇനി വളരെ വേഗത്തിൽ തന്നെ ആ കുട്ടിയെ അവിടേക്ക് എത്തിക്കുക, കേരളത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഒരു അടുത്ത നടപടിക്രമം എന്ന് പറയുന്നതും. ആ നടപടിക്രമത്തിലേക്ക് തന്നെയായിരിക്കും കടക്കുക. അതിൻ്റെ ഫോർമാലിറ്റീസ്, അതായത് ലീഗൽ ഫോർമാലിറ്റീസ് എന്തായാലും വളരെ വേഗത്തിൽ തീർക്കേണ്ടതുണ്ട്. എന്തായാലും കേരളം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 1.5 ദിവസത്തോളം വലിയ ആശങ്കയിലായിരുന്ന ഒരു 13 വയസ്സുകാരിയുടെ തിരോധാനം അത് വളരെ കൃത്യമായി തന്നെ ഓരോ വഴികളും തേടി പോലീസാണെങ്കിലും RPF ആണെങ്കിലും മറ്റ് എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് ഒരു വളരെ കൃത്യമായുള്ളൊരു നീക്കം അതിൻ്റെ ഭാഗമായി നടത്തുന്നു. കാരണം അതിനുശേഷം, അതായത് ഏകദേശം 6:30 മണിക്ക് കുട്ടി ഇവിടെ എഗ്മോറിൽ ഇറങ്ങുന്നു. 10 മണിയോട് കൂടിയാണ് ഇവിടെ വിവരം കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെന്നൈയിൽ നിന്ന് തന്നെ കുട്ടിയെ കിട്ടുമായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും 10 മണിയോട് കൂടിയാണ് ഇവിടെ വിവരം ലഭിക്കുന്നത്. സാധാരണ ഒരു മിസ്സിംഗ് കേസ് എന്നുള്ള രീതിയിൽ തന്നെ RPF-ഉം പോലീസും ഒക്കെ അന്വേഷണം നടത്തുന്നു, സാധാരണ നിലയിലുള്ള പരിശോധനകൾ നടത്തുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല. പിന്നീടാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന. അങ്ങനെയാണ് എന്തായാലും ഈ കുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്നും മറ്റൊരു ട്രെയിനിൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു വിവരവും ലഭിക്കുന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനകൾ എല്ലാം ചേർത്തുകൊണ്ടാണ് എന്തായാലും വിശാഖപട്ടണത്തേക്ക് ആ ഒരു കാര്യം എത്തുന്നത്. വിശാഖപട്ടണത്ത് നമ്മുടെ പ്രതിനിധി അലക്സ് മുഹമ്മദിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ അവിടെ അദ്ദേഹം നടത്തിയ ഒരു അഭ്യർത്ഥന അവിടുത്തെ മലയാളി സമൂഹം ഏറ്റെടുക്കുന്നു, മലയാളി സമാജം ഏറ്റെടുക്കുന്നു. അങ്ങനെ കുട്ടി വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് എന്തായാലും ട്രെയിനിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്. ഇനി എന്തായാലും ആ കുട്ടിയെ കേരളത്തിലേക്ക് വളരെ വേഗത്തിൽ തിരിച്ചെത്തിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഈ പറഞ്ഞ 36 മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, കൃത്യമായ ഭക്ഷണമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ആ കുട്ടിക്കുണ്ട്. മാത്രമല്ല വീട് വിട്ടിറങ്ങിയതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം വളരെ വേഗത്തിൽ ഇനി എന്തായാലും കുട്ടിയെ കേരളത്തിലേക്ക് എത്തി ചില ലീഗൽ ഫോർമാലിറ്റീസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് തീർക്കാനുമുണ്ട്. റീജിയത്ത് എന്തായാലും വൈകുന്നേരത്തോട് കുട്ടിയെ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. മനീഷ്, ഇന്നലെ ഈ മലയാളി സമാജം പ്രവർത്തകരോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവരതിൻ്റെ ഒരു സന്തോഷമൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ഇടപെടൽ ഇത്രയും വലിയൊരു ദൗത്യത്തിൽ ആശ്വാസകരമായ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിനെക്കുറിച്ച് എന്താണ് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മനീഷ് മൂർത്തി? തീർച്ചയായും വലിയ സന്തോഷം തന്നെയാണ് അവരും പങ്കുവെക്കുന്നത്. കാരണം കേരളം മുഴുവൻ ഒരു 1.5 ദിവസത്തോളം തിരഞ്ഞ ഒരു മകൾ, ആ മകളെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് അവരും ആ ഒരു ഉദ്യമം, അതൊരു വലിയ കാര്യം തന്നെയാണ് ആ മലയാളി അസോസിയേഷനിലുള്ള ഓരോ ആളുകളും നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തത്. അത് കൃത്യമായി തന്നെ അലക്സിൻ്റെ ഇടപെടൽ, അലക്സ് നടത്തിയ ഒരു അഭ്യർത്ഥനയായിരുന്നു. അവിടെ മലയാളി അസോസിയേഷനിലെ ആളുകളോട്, സമാജത്തിൻ്റെ ആളുകളോട് അലക്സ് നടത്തിയ ഒരു അഭ്യർത്ഥന തന്നെയായിരുന്നു. ആ അഭ്യർത്ഥനയാണ് കൃത്യമായ ആ കുട്ടിയെ രക്ഷിക്കുന്ന തലത്തിലേക്ക്, അതായത് കൃത്യമായ ഒരു സമയം പറയുന്നു, അതായത് ഇന്ന സമയത്ത് അവിടെ എത്തുന്ന ഒരു ട്രെയിൻ ആ ട്രെയിനിൽ ഉണ്ടാകും. അതും കൃത്യമായി തന്നെ അലക്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റിസർവ് ചെയ്യാത്ത കമ്പാർട്ട്മെൻറ്റിലായിരിക്കും ആ കുട്ടി ഉണ്ടാവുക. കാരണം റിസർവ് ചെയ്ത് പോകാനുള്ള ഒരു പണമൊന്നും ആ കുട്ടിയുടെ കൈവശമില്ല. അത് വളരെ വേഗത്തിൽ നടക്കും, ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നടക്കും എന്നുള്ളതൊക്കെ അലക്സിന് അറിയാമായിരുന്നു. അതുതന്നെയാണ്, ആ രീതിയിലുള്ള പരിശോധനകൾ തന്നെയാണ് അവിടെ നടക്കുകയും ചെയ്തത്. എന്തായാലും കുട്ടി വളരെ ക്ഷീണിതയായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവിടെ കുട്ടിയെ അവർക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിനുശേഷം അത് കുട്ടിയെ രക്ഷപ്പെടുത്തി എന്നുള്ളതിൽ കവിഞ്ഞ്, അല്ലെങ്കിൽ കുട്ടിയെ തിരികെ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, ഒരു വലിയ സ്ത്രീകളുടെ ഒരു സംഘം, കുറച്ച് സ്ത്രീകൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവർ ചോദ്യം ചെയ്യുമ്പോൾ തങ്ങൾക്കൊപ്പമുള്ള കുട്ടിയാണ് എന്നാണ് ആ സ്ത്രീകളുടെ സംഘം പറയുന്നത്. പക്ഷേ പിന്നീട് മലയാളികൾ ആയിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്തപ്പോഴാണ് അത് തങ്ങൾക്കൊപ്പമുള്ളതല്ല എന്ന് മനസ്സിലാക്കുകയും ആ സ്ത്രീകൾ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു അപകടത്തിലേക്ക് കൂടി ആയിരുന്നു ആ യാത്ര എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം മലയാളി സമാജത്തിലെ ആളുകൾ നമ്മളോട് പറഞ്ഞത് ആ രീതിയിൽ തന്നെ, അതൊരു വലിയ അപകടത്തിലേക്ക് കൂടിയായിരുന്നു ആ കുട്ടിയുടെ യാത്ര എന്ന്. കാരണം മറ്റൊരു സ്ത്രീകളുടെ സംഘത്തിൽ ആ കുട്ടി പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യവും കൂടി നമുക്ക് വിശാഖപട്ടണത്തേക്ക് എത്തുമ്പോഴേക്കും ആ രീതിയിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ, ആ യാത്രയുടെ സ്വഭാവമൊക്കെ മാറിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ ആശ്വാസം, വലിയ സന്തോഷം ഉണ്ട് ഇതിൻ്റെ ഭാഗമായി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. കാരണം ഒരു വലിയ ഇടപെടൽ തന്നെയാണ്
അലക്സിൻ്റെ ഭാഗത്തു നിന്നും 24ൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാ അർത്ഥത്തിലുമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഇടങ്ങളിൽ നിന്നും ആ കുട്ടി വളരെ വേഗത്തിൽ, അതായത് അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും പോകുന്നു എന്ന രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ചെന്നൈയിലെത്തുമ്പോഴും ചെന്നൈയിലും സമാനമായ രീതിയിലാണ്. കാരണം ഇവിടേക്ക് ഇൻഫർമേഷൻ വരാൻ 10 മണിയോട് കൂടിയിട്ടാണ് വരുന്നത്. പക്ഷേ നേരത്തെ തന്നെ കുട്ടി 8:10 ഇവിടെ നിന്ന് ഈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ കുട്ടി മിസ്സിംഗ് ആണ്. അതായത് പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പിന്നീട് ആ കുട്ടിയെ കാണുന്നില്ല. തിരിച്ച് കയറുന്നത് CCTV ദൃശ്യങ്ങളിൽ ഇല്ല താനും. അപ്പോൾ എവിടേക്ക് പോയി എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയായി നിലനിന്നിരുന്നു. ആ സമയത്താണ് എഗ്മോറിൽ നിന്നുള്ള പെരമ്പൂരിൽ നിന്നുള്ള ഗുവാഹത്തി എക്സ്പ്രസിൻ്റെ കാര്യം വരുന്നത്. അത് 10 മണിക്കാണ് ആ ട്രെയിൻ. അപ്പോൾ പക്ഷേ ആ ട്രെയിനിൽ ആ കുട്ടി ഉണ്ടാകും എന്നൊരു രീതിയിലേക്ക് എത്തുന്നു. പക്ഷേ താമ്പ്രത്ത് നിന്നും പുറപ്പെടുന്ന അന്ത്യോദയ എക്സ്പ്രസ്സിൽ അത് 8:10 ഇവിടെ എത്തുന്നു. 8:10 ആ കുട്ടി കയറി പോവുകയും ചെയ്യും. എങ്ങനെയെങ്കിലും, അതായത് തൻ്റെ നാട്ടിലേക്ക്, സ്വദേശത്തേക്ക് മടങ്ങി പോവുക എന്ന് തന്നെയായിരുന്നു വീട് വിട്ടിറങ്ങുമ്പോൾ ആ കുട്ടിയുടെ ലക്ഷ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പരിധിവരെ ആ കുട്ടി മുൻപോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു ആശ്വാസ വാർത്ത ഇന്നലെ രാത്രി 10:30 വിശാഖപട്ടണത്ത് നിന്ന് വരുന്നു. മലയാളി സമാജം പ്രവർത്തകർ ആ ട്രെയിനിൽ കയറി, കമ്പാർട്ട്മെൻറ്റിൽ കയറി കൃത്യമായി പരിശോധന നടത്തി, ഫോട്ടോ വെച്ച് പരിശോധന നടത്തി. അങ്ങനെ അവർ കുട്ടിയെ കണ്ടെത്തുന്നു. മാത്രമല്ല നിരവധി ഇടങ്ങളിൽ ഈ കുട്ടിയുടെ ഫോട്ടോ സ്റ്റാറ്റസായും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കൃത്യമായ ആ ഡ്രസ്സ് തന്നെയാണ് ആ കുട്ടി ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചു. അതിനുശേഷം അവർ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം അവർ കുട്ടിയെ RPFന് കൈമാറുകയായിരുന്നു. ഇനി എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. RPF ഇപ്പോൾ ചൈൽഡ് മനീഷ് മൂർത്തി, കുട്ടിയുമായി വരുന്ന പോലീസ് സംഘം അത് ട്രെയിൻ മാർഗമാണ് വരിക എന്നുള്ള കാര്യം കൺഫേം ആയതാണോ? പിന്നെ അവിടെ കൗൺസിലിംഗ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ മനീഷ് മൂർത്തി? അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? രജിത്ത്, അതുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിൽ ആ കുട്ടിയുടെ ഒരു ആരോഗ്യാവസ്ഥയും മറ്റ് ഒരു മാനസികാവസ്ഥയും ഒക്കെ വെച്ച് എങ്ങനെയാണ് യാത്ര എന്നുള്ളത് സംബന്ധിച്ചൊന്നും കൃത്യമായൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ പറഞ്ഞ രീതിയിൽ വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇനിയിപ്പോൾ മുൻപോട്ട് വെക്കേണ്ടത്. കാരണം കുട്ടിക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, എന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യം, വീട് വിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു, ഇനി തിരികെ വീട്ടിലേക്ക് പോകാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം എന്നൊക്കെ കുട്ടിയോട് സംസാരിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ളൊരു കൗൺസിലിംഗ് എന്തായാലും കുട്ടിക്ക് ആവശ്യമായുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ നൽകേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ലീഗലി രക്ഷിതാക്കൾ അവിടെ നിന്ന് വന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇന്നലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് എല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ യാത്ര സംബന്ധിച്ച കൃത്യമായൊരു തീരുമാനമുണ്ടാവുക. അത് ട്രെയിനിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റോഡ് മാർഗമാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് എന്തായാലും രാവിലെ ഒരു അല്പസമയത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പ്രധാനം കുട്ടിയുടെ ആരോഗ്യവും കുട്ടിയുടെ മാനസികാരോഗ്യവും തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ നാട്ടിലേക്കുള്ള ഒരു യാത്ര എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രഞ്ജിത്ത്, ശരി. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 37 മണിക്കൂർ നീണ്ട ആശങ്ക അതിന് അവസാനമായിരിക്കുകയാണ്. കുട്ടിയെ കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തു വന്നത് മുതൽ തന്നെ വലിയ ആശ്വാസം എന്ന് മാത്രമേ നമുക്കതിന് വിശേഷിപ്പിക്കാൻ കഴിയൂ. കാരണം വീട് വിട്ടിറങ്ങി, ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ അമ്മയോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ ഒരു കുട്ടി ഇത്രയും മണിക്കൂറുകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്നുള്ളതിൻ്റെ ആശങ്ക, അത് സ്വാഭാവികമായും ആ വഴിയിൽ ഓരോ ചുവടും വയ്ക്കുമ്പോൾ രൂപപ്പെടാൻ സാധ്യതയുള്ള ആ കുട്ടിക്ക് മുമ്പിലുള്ള അപകടങ്ങൾ, ഇതൊക്കെ നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു, അസ്വസ്ഥരാക്കിയിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ സംവിധാനങ്ങളെല്ലാം വ്യാപകമായ തെരച്ചിൽ നടത്തുന്നതും പിന്നീട് ഒടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് ആ കുട്ടിയെ കണ്ടെത്തുന്നതും അതിൽ തന്നെ 24നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നിമിഷം കൂടിയായിരുന്നു അത്. കാരണം 24ൻ്റെ പ്രതിനിധിയായ അലക്സ് മുഹമ്മദാണ് കേരള സമാജം പ്രവർത്തകരുമായി ബന്ധപ്പെടുന്നതും ആ ട്രെയിനിൽ പരിശോധന നടത്തണം എന്നുള്ള ആവശ്യം അവർക്ക് മുമ്പിലേക്ക് വെക്കുന്നതും. പിന്നീട് ആ കേരള സമാജം പ്രവർത്തകർ ആ ട്രെയിനിൽ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ബർത്തിൽ തളർന്ന് ഉറങ്ങുന്ന നിലയിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. ഒപ്പം ഒരു സ്ത്രീകളുടെ സംഘവും ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ച സമയത്ത് അവരുടെ കുട്ടിയാണ് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. പക്ഷേ പിന്നീട് തുടർച്ചയായി ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കള്ളമാണ് എന്ന് വ്യക്തമാവുകയും നേരത്തെ തന്നെ ഈ കുട്ടിയുടെ ചിത്രമടക്കം പുറത്തു വന്നതിനാൽ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നീട് കുട്ടി RPFന് കൈമാറുന്നതും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലേക്ക് കുട്ടി പോകുന്നതും ഇനിയിപ്പോൾ നമുക്ക് കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നടപടി മാത്രമാണ് ബാക്കിയുള്ളത്.
അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ മാർഗം കുട്ടിയെ വൈകിട്ടോടുകൂടി എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിലൊരു അല്പം കൂടി ഒരു വ്യക്തത വരാനുണ്ട്. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകണം, മജിസ്ട്രേറ്റ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം, അങ്ങനെയുള്ള ചില ലീഗൽ പ്രോസസ്സ് കൂടി നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെയുണ്ട്. വനിതാ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. എന്തായാലും കുട്ടിയെ വളരെ വേഗത്തിൽ തന്നെ ആ നടപടികളൊക്കെ പൂർത്തിയാക്കി മാതാപിതാക്കൾക്കടുത്തേക്ക് എത്തിക്കാൻ കഴിയട്ടെ.